2317 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ഇപ്പോൾ ലീഡ് ചെയ്യുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2317 വോട്ടിന് ആര്യാടൻ ഷൗക്കത്ത് ലീഡ് ചെയ്യുന്നു. താഴേക്ക് പോകുന്നതേ ഇല്ല, മുന്നോട്ടുള്ള കുതിപ്പാണ് കാണുന്നത്. ആര്യാടൻ ഷൗക്കത്ത് 2317 വോട്ടിന് ലീഡ് ചെയ്യുന്നു. അപ്പൊ എത്ര റൗണ്ടുകൾ പൂർത്തിയായി എന്നതുകൂടി കൃത്യമായി നാലാം റൗണ്ടാണ്. പക്ഷെ പൂർത്തിയായിട്ടില്ല. നാലാം റൗണ്ടിൽ പൂർത്തിയായിട്ടില്ല. നാലാം റൗണ്ടിൽ വഴിക്കടവിലെ 4 വാർഡുകളും ഇനിയുള്ള മൂത്തേടെ എണ്ണി തുടങ്ങേണ്ടതുണ്ട്. അത് മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല. 2317 വോട്ടിന്റെ ലീഡാണ് ഇപ്പോൾ ഉള്ളത്. 2317 ഒന്നും ഒരു ലീഡല്ല നിഷാദ്. കാരണം 3 റൗണ്ട് കഴിയുമ്പോൾ 3000 വോട്ട് പ്രതീക്ഷ UDF. 4ാം റൗണ്ടിന്റെ പകുതി എത്തുമ്പോൾ 2317 എത്തുന്നുള്ളൂ. ഈ 4ാം റൗണ്ട് കഴിയുമ്പോഴെങ്കിലും 3000 കടന്ന് ഒരു 4000ത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ 5ാം റൗണ്ടിൽ അവർ പ്രതീക്ഷിക്കുന്ന ഒരു 5500 വോട്ടിന്റെ ലീഡ് അവർക്ക് നേടാൻ കഴിഞ്ഞാൽ UDF വീണ്ടും പ്രതീക്ഷയാണ്. പക്ഷേ 2422ലേക്ക് ഉയർന്നിരിക്കുന്നു ഭൂരിപക്ഷം. 2422 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലേക്ക് ഉയർന്നിരിക്കുകയാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ ഭൂരിപക്ഷം എന്നാണ് കാണേണ്ട കാര്യം. 2422. അപ്പൊ എന്താണ് UDFന്റെ പ്രതീക്ഷ? ആ പ്രതീക്ഷ അവർക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള വഴിക്കടവ് പഞ്ചായത്ത് എണ്ണി കഴിഞ്ഞിട്ടില്ല. വഴിക്കടവ് പഞ്ചായത്ത് എണ്ണി കഴിയുന്നതിന് മുമ്പ് തന്നെ 2422 എത്തി. അല്പം പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ വഴിക്കടവ് പൂർണ്ണമായും ചതിച്ചില്ല UDF എന്ന് പറയുന്നത്. സാജിദ് അജ്മലിനെ വേണം. വഴിക്കടവ് എണ്ണി കഴിയുന്നതിന് മുൻപ് തന്നെ 2500ലേക്ക് എത്താൻ കഴിഞ്ഞുവെങ്കിൽ നേട്ടമാണ്, സംശയമില്ല, നേട്ടമാണ്. കാരണം 1500 ആയിരുന്നു നേരത്തെ കണ്ടത്, ഇപ്പോൾ 2500ലേക്ക് എത്തുന്നു. 4ാം റൗണ്ട് മൂത്തേടം പഞ്ചായത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ വഴിക്കടവ് കഴിയുമ്പോൾ 2500ലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് നേട്ടമാണ്, സംശയമില്ലാത്ത കാര്യം. സാജിദിനെ അസ്ലമിനെ വേണം. അസ്ലമുണ്ടോ? സാജിദെ വഴിക്കടവ് കഴിഞ്ഞപ്പോൾ 2500 സെറ്റ് ചെയ്യാൻ പറ്റിയോ UDF-ന്? 2422 ഈ വഴിക്കടവിലെ 4 ബൂത്തുകളും മൂത്തേടം പഞ്ചായത്തിലെ 10 ബൂത്തുകളും അടക്കമാണ് ഇപ്പോൾ എണ്ണുന്നത്. നമുക്ക് 3ാം റൗണ്ട് വരെയുള്ളതാണ് കൃത്യമായ കണക്കെന്ന് പറയുന്നത്. ഈ 3ാം റൗണ്ട് കഴിയുമ്പോൾ 11,110 വോട്ടാണ് UDF-ന് ലഭിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ വഴിക്കടവ് പഞ്ചായത്തിലെ 4 ബൂത്തുകളും മൂത്തേടത്തെ 10 കൂട്ടിയാണ് ഇപ്പോൾ 2422 ഭൂരിപക്ഷം. അതെ, 2422 എന്ന ഭൂരിപക്ഷം ഇപ്പോൾ മൂത്തേടം പഞ്ചായത്ത് കൂടി കടന്നതോടുകൂടിയാണ്. മൂത്തേടം പഞ്ചായത്ത് എന്നത് UDF-ന് ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്ന അവരുടെ മുസ്ലിം ലീഗിന്റെ അടക്കം ശക്തി കേന്ദ്രം ആയ മണ്ഡലമാണ്, പഞ്ചായത്താണ്. ഇതിൽ തയ്യൽപ്പാടം, കാരപ്പുറം, കൽക്കുളം, മുണ്ട തുടങ്ങിയ മേഖലകളാണ് ഈ ആദ്യ റൗണ്ടിൽ എണ്ണുന്നത്. 43 മുതൽ 56 വരെയുള്ള ബൂത്തുകളാണ് എണ്ണുന്നത്. ഇതിൽ 14 മെഷീനുകളിൽ 4 എണ്ണം വഴിക്കടവ് പഞ്ചായത്തിലെയും ബാക്കി 10 എണ്ണം മൂത്തേടം പഞ്ചായത്തിലെയും ആണ്. ഇപ്പോൾ ഉള്ള കണക്ക് പ്രകാരം മൂത്തേടം പഞ്ചായത്തിലേക്ക് കടക്കുന്നതോടുകൂടി UDF-ന് കുറച്ചുകൂടി ഒരു മേൽക്കൈ ഉണ്ടാകും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അങ്ങനെ മൂത്തേടം പഞ്ചായത്തിലും വലിയ ലീഡ് മുഹമ്മദ് അസ്ലം ചേരുന്നു. അസ്ലം, മൂത്തേടം കഴിയുമ്പോൾ UDF പ്രതീക്ഷിച്ചത് എത്രയാണ്? ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അവർക്ക് എത്ര വരെ എത്തിയാൽ മുന്നോട്ട് പോകാൻ പറ്റും? കോൺഫിഡൻസ് ആയിട്ട് മുന്നോട്ട് പോകാൻ, ഒരു ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകാൻ കഴിയും? നിഷാദ്, മൂത്തേടത്ത് മാത്രം 2500 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് പ്രതീക്ഷിച്ചത്. അതേസമയം വഴിക്കടവിലുണ്ടായ തട്ടുകേട് ഇവിടുന്ന് പരിഹരിക്കാൻ കഴിയുമോ എന്നുള്ള സൂചനകൾ നൽകുന്നു. കാരണം 1000ഓളം വോട്ടിന്റെ ഇപ്പോൾ തന്നെ ഭൂരിപക്ഷത്തിലേക്ക് അത് കംപ്ലീറ്റ് ആദ്യത്തെ റൗണ്ട് കഴിയും. അത് മൂത്തേടം പഞ്ചായത്തിന്റെ ആദ്യത്തെ റൗണ്ട് കഴിയുമ്പോൾ തന്നെ 1000ന് അടുപ്പിലേക്ക് ഭൂരിപക്ഷം എത്തുന്നു. അടുത്ത റൗണ്ടൂടെ കംപ്ലീറ്റ് കഴിയുമ്പോഴാണ് ശരിക്കും മൂത്തേടം പൂർണ്ണമായി കഴിയുക. ആ ഘട്ടത്തിൽ ഈ മൂത്തേടത്ത് മാത്രം 2500ഓളം വോട്ടുകൾ പിടിക്കാൻ കഴിയുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. അത് ലഭിക്കുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ അവർ പരിക്കില്ലാതെ ഒരുപക്ഷെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞേക്കും കുറച്ചു നേരത്തേക്ക്. അതേസമയം അവിടെയും വഴിക്കടവിൽ അൻവർ ചോർത്തിയതുപോലെ തന്നെ മൂത്തേടത്തും അൻവർ UDF-ന്റെ വോട്ടുകൾ ചോർത്തു വന്നതാണ് ഈ 2 റൗണ്ടുകളിൽ വളരെ നിർണായകമായിരിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വഴിക്കടവിൽ കോൺഗ്രസിന് കൂടുതൽ ആധിപത്യമുള്ള സ്ഥലമാണെങ്കിൽ മൂത്തേടത്ത് മുസ്ലിം ലീഗിന് കൂടുതൽ മേൽക്കൈയുള്ള സ്ഥലമാണ്. മുസ്ലിം ലീഗിന്റെ പോക്കറ്റിൽ നിന്നും PV അൻവർ വോട്ട് ചോർത്തിയിട്ടുണ്ടോ എന്ന് അറിയാൻ കൂടി ഈ 4ഉം 5ഉം റൗണ്ടുകൾ ഉപകരിക്കുമെന്ന് തന്നെ പറയാം. എന്തായാലും നിലവിൽ ഭേദപ്പെട്ട അവസ്ഥയിലേക്ക് അവർ വരുന്നുണ്ട്. മൂത്തേടത്ത് പ്രതീക്ഷിച്ച വോട്ട് വരുന്നുണ്ട്. ഇനി ഒരു പക്ഷേ 4ാമത്തെ റൗണ്ട് പൂർത്തിയാകുക, 5ാമത്തെ റൗണ്ടിലൂടെ പൂർത്തിയാകുമ്പോഴാണ് നമുക്കത് വ്യക്തതയോടെ പറയാൻ കഴിയുന്നുണ്ട്. എന്തായാലും വലിയ പരിക്കില്ലാതെ, വഴിക്കടവിന് അത്ര പരിക്കില്ലാതെ മൂത്തേടം തുടങ്ങിയിരിക്കുന്നു എന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം. ശരി, മൂത്തേടത്ത് വലിയ പരിക്കുകളില്ലാതെ തുടങ്ങാൻ UDF-ന് കഴിഞ്ഞിട്ടുണ്ട്. ലീഗിന് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അജിൻസ്, ഇവിടെ കുറച്ച് കോൺഫിഡൻസ് വെക്കാൻ വേണമെങ്കിൽ UDF-ന് തോന്നുന്നു. കാരണം ലീഗ് ആ നിലയ്ക്ക് മരിച്ച് പണിയെടുത്തിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ, ഒരു വോട്ടും. അപ്പൊ ലീഗ് പ്രൂഫ് ആയിരിക്കുമോ എന്നറിയാൻ, അതായത് ലീഗിന്റെ വോട്ടുകൾ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ പോയത് അൻവറിനാണ്. അൻവർ പിടിച്ചത് ലീഗ് വോട്ടുകളുണ്ട്. ആ വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഭഗീരഥ പ്രയത്നമാണ് ലീഗ് ഇത്തവണ നിലമ്പൂരിൽ നടത്തിയത്. ഇത്തവണ ലീഗ് പ്രൂഫായിട്ട്
ഒട്ടും വോട്ട് ഒഴുകി പോകാതെ അൻവറിന് വോട്ട് ഒഴുകി പോകാതെ തിരിച്ച് UDF കുത്തിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ധർമ്മമാണ് ലീഗിൽ നിർവഹിക്കാനുണ്ടായിരുന്നത്. മൂത്തേടം വഴിക്കടവിൽ ഉണ്ടാക്കിയിട്ടുള്ള ഡാമേജ് മൂത്തേടം പരിഹരിക്കുമോ? മൂത്തേടം പരിഹരിക്കുന്നതിൽ ലീഗിന്റെ റോൾ എന്താകും? അൻവറിന് തന്റെ തേരോട്ടം തുടരാൻ കഴിയുമോ തുടങ്ങിയ ചോദ്യങ്ങളാണ്. ആ തേരോട്ടം തുടർന്നാൽ UDF സംബന്ധിച്ച് വളരെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. കാരണം ഇതുവരെ ലഭിച്ച സൂചനകൾ അനുസരിച്ച് അൻവർ കാർന്ന് തിന്നുന്നത് UDF വോട്ടുകളാണ് എന്ന് മാത്രമല്ല, ഇനി UDF വോട്ടുകൾ മാത്രമാണോ അൻവർ കാർന്ന് തിന്നുക? LDF മേധാവിത്വമുള്ളെടുത്ത അൻവർ